ഇതിനു വേണ്ടി ഈ ഇഫ്താർ എങ്ങനെ നടത്തും, എങ്ങനെയാണത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അത് കൃത്യമായി ഏറ്റെടുക്കുകയും ഭംഗിയായി ഇന്ന് വരെ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും 10-20 ദിവസം കഴിഞ്ഞതിന് ശേഷം പുലർച്ചെ അത്താഴത്തിനുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും കൂടി നടത്തി ഇന്ന് വരെ ഏറ്റവും നല്ല രീതിയിൽ നമ്മളൊക്കെ അറിയുന്നതിന് മുമ്പ് നമ്മളൊക്കെ പലപ്പോഴും ഈ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി മുന്നിലിരിക്കുന്നേ ഉള്ളൂ. അതിന്റെ പിന്നിൽ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി നടത്തി കൃത്യമായി കൊണ്ട് ചെയ്ത എൻ്റെ സഹോദരങ്ങൾ, അതാണും പെണ്ണുമുണ്ട്, സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇഫ്താർ നടത്തിയപ്പോൾ വലിയൊരു പ്രയാസം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും ഇതിന് ക്ലീനിങ് നടത്തുക എന്നുള്ളതായിരുന്നു. എന്ത് ചെയ്യും? ക്ലീനിങ് നടത്തുവാനുള്ള സൗകര്യവും ആശ്വാസവും നമുക്ക് ഈ ചെറിയ ഈ സ്ഥലത്തില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുന്ന ആ സന്ദർഭത്തിലാണ് നമ്മുടെ ഹിന്ദി സഹോദരങ്ങൾ ഭാര്യമാർ ക്ലീനിങ് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ അതിഥി തൊഴിലാളികൾ അവർ അതിൽ ആത്മാർത്ഥമായി കൊണ്ട് പ്രവർത്തിക്കുകയും ഇന്ന് വരെ അത് കൃത്യമായി അവർ പാലിക്കുകയും ചെയ്തു എന്നുള്ളത് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം ഓർത്തുകൊണ്ട് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഭാഗത്ത് സൗകര്യം കുറവാണ്, എന്നിട്ടും ഇഫ്താർ എങ്ങനെ അവിടെ നടത്തും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയായ നിലയിൽ ഞങ്ങൾ നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞ ആ സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിമാർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. കാരണം ഒരു ചെറിയ സ്ഥലത്ത് ഇഫ്താറും അതുപോലെ തന്നെ നമസ്കാരവും അതുപോലെ തന്നെ കുട്ടികളുടെ ഓട്ടവും കാച്ചിലൊക്കെ ഉള്ള ആ സമയത്ത് ഏറ്റവും രീതിയിൽ ഒരാൾക്ക് പോലും ഒരു പ്രയാസം ഉണ്ടാകാത്ത നിലയിൽ അവർ അത് ഭംഗിയായി നടത്തി. അവരും ഈ നമ്മുടെ കൂടെ തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരാണ്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ഇവിടെ ഈ 28 ദിവസവും നമുക്ക് ഇന്നൊഴികെ മറ്റെല്ലാ ദിവസങ്ങളും നമുക്ക് ക്ലാസ് എടുക്കുകയുണ്ടായി. നല്ല നല്ല ക്ലാസ്സുകൾ. അതിന് പുറമെ നമുക്ക് അൽ-റയ്യാൻ 24 ക്ലാസ്, അതുപോലെ തന്നെ ജുമാ ഖതീബുമാർ നടത്തിയ ഖുതുബ, അതുപോലെ തന്നെ മറ്റുള്ള സന്ദർഭങ്ങളിലുണ്ടായ മറ്റു ചില ക്ലാസ്സുകളും എല്ലാം തന്നെ ഏറ്റവും ഭംഗിയായി ഒരു ആരാധനാലയത്തിന് എന്തെല്ലാം വേണമോ അതൊക്കെ തന്നെ പൂർണ്ണമായി നൽകുവാൻ സാധിച്ചിട്ടുള്ള ഒരവസ്ഥയിലാണ് ഈ ഒരു ക്ലാസ്സും ഈ ഒരു പ്രവർത്തനങ്ങളും ഈ ഒരു മാസത്തിൽ നമുക്ക് നടത്തുവാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തറാവീഹിനും അതുപോലെ തന്നെ ഖിയാമത്ത് ലൈലിനും ഇമാമിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ വളരെ സുന്ദരമായി